സൂറത്തു ത്വലാഖിലെ 2-ാം വചനത്തിന്റെ അവസാനത്തിൽ വമൻ യത്തഖില്ലാഹ് യജ്അൽ ലഹു മഖ്റജ, ആരാണോ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നത് അവർക്കൊരു വഴിയുണ്ടാവും, അവർക്ക് എളുപ്പമുള്ളൊരു മാർഗം കാണിച്ചു കൊടുക്കും. അവരെവിടെയും ഒന്നുമില്ലാതെ അലിയുന്നൊരവസ്ഥ ഉണ്ടാവില്ല. അവർക്കൊരു വഴി അല്ലാഹു കാണിച്ചു കൊടുക്കുന്നു. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, വിചാരിക്കാത്ത വിധത്തിൽ അവർക്ക് ജീവിത വിഭവങ്ങൾ പടച്ചവൻ കൊടുക്കുന്നു. വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു, ആരാണോ അല്ലാഹുവിൽ തവക്കൽ ചെയ്യുന്നത്, അർപ്പിക്കുന്നത്, ജീവിതം അല്ലാഹുവിനെ ഏൽപ്പിക്കുന്നത്, അവർക്ക് അല്ലാഹ് മതി. എത്ര ഹൃദ്യമാണ് ആ വചനങ്ങൾ! ആ ഒരളവിലേക്ക് നമ്മുടെ ഈമാനിനെ, ദൈവവിശ്വാസത്തെ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ജീവിതം മുഴുവനും അതിൻ്റെ സന്തോഷഭരിതമായ ഒരവസ്ഥ നമ്മൾ അനുഭവിക്കും. അങ്ങനെ അനുഭവിക്കുന്നവരിൽ ഉൾപ്പെടാൻ ദയാലുവായ ദൈവം നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് ബർക്കത്തുള്ള അനുഗ്രഹീതമായൊരു ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സമ്പത്തിന്റെ ആധിക്യമല്ല, അത് മക്കളുടെ ആധിക്യമല്ല, അത് സുഖ സൗകര്യങ്ങളുടെ ആധിക്യമല്ല, മറിച്ച് അത് ജീവിത സൗഭാഗ്യമായി നമുക്ക് കിട്ടുന്ന നമ്മുടെ പ്രവർത്തനങ്ങളാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ അത് മാത്രമേ നമുക്ക് നമ്മുടേതായി ഉണ്ടാവൂ.